Now we discuss Pythagoras theorem. What is Pythagoras theorem? The area of the square drawn on the largest side of the right triangle is equal to the sum of the areas of the squares drawn on the other two sides. അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ദീസ് ടു സൈഡ്സിനെയാണ് എന്ത് പറയുക? ചെറിയ സൈഡ്സ് എന്ന് പറയാം. പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയാം. സ്മോൾ സൈഡ്സ് അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ സൈഡ്സ് എന്ന് പറയും. ഇതാണ് അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ്. ലോങ്ങസ്റ്റ് സൈഡ് മീൻസ് ഹൈപ്പട്ന്യൂസ്. ബേസ്, ആൾട്ടിറ്റ്യൂഡ്. ഈ ബേസും ആൾട്ടിറ്റ്യൂഡിനും പറയുന്ന വേറൊരു പേരാണ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ദീസ് ടു ആർ പെർപെൻഡിക്കുലർ സൈഡ്സ്. ഈ പെർപെൻഡിക്കുലർ സൈഡ്സ് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരയുന്നു. അതുപോലെ തന്നെ ഈ സൈഡ് വെച്ചിട്ട് ഇവിടെ ഒരു സ്ക്വയർ വരഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്താൽ ഇവിടെ നമ്മൾ ഈ ലാർജസ്റ്റ് സൈഡായ ഹൈപ്പട്ന്യൂസിൻ്റെ സ്ക്വയറിന് ഈക്വൽ ആണ്. ഹിയർ 5 സ്ക്വയർ 3 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 5 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു 34. ദിസ് ഏരിയ ഈക്വൽ ടു 34. ഏരിയ ഓഫ് ദിസ് വൺ 25. ഏരിയ ഓഫ് സെക്കൻഡ് വൺ 3 സ്ക്വയർ 9. 25 പ്ലസ് 9 ഈക്വൽ ടു 34. നോക്കാനൊന്നുമില്ല. ഈ രണ്ട് സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഇതിന് ഈക്വൽ ആണ്. ഇത് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. റൈറ്റ് ട്രയാങ്കിൾ മാത്രം, ഇവിടെ സ്ക്വയർ ഒന്നും നോക്കണ്ട. റൈറ്റ് ട്രയാങ്കിൾ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ ബേസ് എന്ന് പറയും, ആൾട്ടിറ്റ്യൂഡ് ഹൈപ്പട്ന്യൂസ്. ഈ ലൈനിനെ ഹൈപ്പട്ന്യൂസ് എന്നാണ് പറയുക. This is the another figure. Area of these two is equal to area of large square. Area of these two small square added to get area of large square. Pythagoras theorem. The area of the square drawn on the largest side of right triangle is equal to the sum of the areas of the squares drawn on the other two sides. നമ്മളിവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരഞ്ഞിട്ടുണ്ട്. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ താഴത്തെ ഭാഗത്തിന് ബേസ്, ഇതിന് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ദിസ് ഈസ് ദ ലാർജസ്റ്റ് സൈഡ്. ലാർജസ്റ്റ് സൈഡ് മീൻസ് സ്ലാൻഡ് ലൈൻ. ദിസ് ഈസ് കോൾഡ് ഹൈപ്പട്ന്യൂസ്. ബേസ്, ആൾട്ടിറ്റ്യൂഡ് ടുഗദർ ഈസ് നോൺ ആസ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ബേസ്, ആൾട്ടിറ്റ്യൂഡ് ടുഗദർ ഈസ് നോൺ ആസ് പെർപെൻഡിക്കുലർ സൈഡ്സ്. ദിസ് ഈസ് ദ ലോങ്ങസ്റ്റ് സൈഡ്, ഹൈപ്പട്ന്യൂസ്. നമുക്കറിയാം ബേസും ആൾട്ടിറ്റ്യൂഡും. ഈ ബേസ് സ്ക്വയർ, ബേസ് എന്ന് പറയുമ്പം ഇതിവിടെ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. ദിസ് ഈസ് അവർ പൈതഗോറസ് തിയറം. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു, അതായത് ഈ ലൈനിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ദിസ് ഈസ് പൈതഗോറസ് തിയറം. ഹൈപ്പട്ന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. Draw a square of area 10 cm square. Draw a square of area 10 cm square. First we take 1 cm line and 3 cm height. നമുക്ക് 10 എന്ന് പറയുന്ന ലൈന് വരയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം? 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നമുക്കറിയാം 10 എന്ന് പറയുമ്പോൾ 6 + 4 എന്ന് എഴുതാം, 9 + 1 എന്ന് എഴുതാം, 7 + 3 എന്ന് എഴുതാം, 5 + 5 എന്നൊക്കെ എഴുതാം. പക്ഷെ നമുക്ക് ഇതുപോലെ പവേഴ്സായിട്ട് സമ്മായിട്ട് എഴുതാൻ പറ്റുന്ന നമ്പർ ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 6 + 4 എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം 4നെ നമുക്ക് 2 സ്ക്വയറിന് മാറ്റി എഴുതാം. ബട്ട് 6ന് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഒന്നിൻ്റെയും സ്ക്വയർ ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. സോ ഓൺലി പോസിബിൾ നമ്പർ ഈസ്, പോസിബിൾ സൈഡ്സ് ആർ 3 and 1. 10 ഈക്വൽ ടു 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. അപ്പോൾ നമുക്ക് ഈ സൈഡ് എന്താണ് കിട്ടുക? √10 ആണ് കിട്ടുക. ഇവിടെ നമ്മൾ 3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് 10. സോ 1 3 ടേക്ക് ദിസ് സൈഡ് ഈസ് √10. ആ √10 നമുക്ക് വാല്യൂസ് ഒന്നും വേണ്ട, ആ സൈഡിൻ്റെ മെഷർമെൻറ്റ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് സൈഡ് ലെങ്ത് ഈക്വൽ ടു √10. ദാറ്റ് മീൻസ് ദിസ് ഏരിയ ഈക്വൽ ടു 10. സൈഡ് 10 ആയി കഴിഞ്ഞാൽ, സൈഡ് √10 ആയാലും നമുക്കറിയാം area of square equal to side into side. This side is √10. This side is √10, √10, √10. All sides are √10. All sides are √10. That means area equal to side into side, √10 into √10 equal to 10.
take first base 1 centimeter and height 3 centimeter, then just join the third side. First take 1 centimeter, then straight upright നമുക്ക് കുത്തനെയുള്ള ലൈന് 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി വിത്ത് 3 centimeter take, then join this and to this measurement is √10, then here to take 90 degree and join to make a square. This square area equal to 10. Next, draw a square of area 7 centimeter square. നമുക്കൊരു സ്ക്വയർ വരയണം, അതിൻ്റെ ഏരിയ 7 centimeter സ്ക്വയർ ആയിരിക്കണം. അപ്പോൾ ഓഡ് നമ്പേഴ്സ് വന്നാൽ 1 3 5 7 9 11 എന്ന് പറയുന്ന ഓഡ് നമ്പേഴ്സ് വന്നാൽ നമുക്ക് ആ ഓഡ് നമ്പേഴ്സ് കിട്ടുന്ന അടുത്തടുത്തുള്ള നമ്പേഴ്സ് നോക്കാം. 3 + 4 ആണ് 7 എന്ന് പറയുന്നത്. 7 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുക്കാം. 7 എന്ന് പറയുന്ന നമ്പേഴ്സിൻ്റെ നമുക്ക് കിട്ടുന്ന ആഡ് ചെയ്താൽ കിട്ടുന്ന അടുത്തടുത്തുള്ള നമ്പർ എടുക്കാം. ഇപ്പം നമുക്ക് 7 എന്ന് പറയുമ്പോൾ 5 + 2 7 ആണ്, 6 + 1 7 ആണ്. പക്ഷേ നമുക്കത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ല. 5 + 2 എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ട്, 3ഉം 4ഉം മിസ്സിങ് ആണ്. പക്ഷേ 3ഉം 4ഉം എടുത്ത അടുത്തടുത്തുള്ള നമ്പറാണ്. സോ ടേക്ക് നിയറസ്റ്റ് നമ്പേഴ്സ്. ഓക്കെ, 7 = 4 + 3. 4 + 3 ആണ് 7 എന്ന് പറയുന്നത്. സോ 7 = 4² - 3². അപ്പോൾ അതിൻ്റെ വലിയ നമ്പർ ഇപ്പം 9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, 9 എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരിക, 5 + 4. 5 + 4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എടുക്കാം, 5² - 4² എന്ന് പറഞ്ഞാൽ 9 ആയിരിക്കും. 5² എന്ന് പറയുമ്പോൾ 25, 4² എന്ന് പറയുമ്പം 16. അപ്പോൾ 25 നിന്ന് 16 മൈനസ് ചെയ്താൽ ആ നമ്പർ ആയിരിക്കും. അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഏത് ഓഡ് നമ്പേഴ്സ് ആണെങ്കിലും ഇപ്പം നമുക്ക് 3 എന്ന് പറയുന്നത് 3 കിട്ടുന്ന അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1ഉം 2ഉം ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം, 2² - 1² എന്ന് എഴുതാം. 1ഉം 2ഉം ആണ് നമുക്ക് ആഡ് ചെയ്താൽ കിട്ടുക. അപ്പോൾ 2² - 1². 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 - 1 = 3. 5 ആകുമ്പോൾ നമുക്ക് എന്തെടുക്കാം, അടുത്തടുത്തുള്ള നമ്പേഴ്സ് എന്ന് പറയുമ്പം 3ഉം 2ഉം ആണ്. 5ൻ്റെത് 2ഉം 3 ആണ്. സോ 3² - 2². 3² മീൻസ് 9. 9 - 4 = 5. ഇനിയിപ്പോൾ 7ൻ്റെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 9 ആണെങ്കിൽ 9 = 5 + 4 is 9. So 5² - 4² is equal to 9. 5 + 4 is 9. നമ്മൾ എന്തുകൊണ്ടാണ് ഈ പവേഴ്സ് എടുക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്ന പൈതഗോറസിൻ്റെ തിയറ പ്രകാരം ഹൈപ്പട്ന്യൂസ് = ബേസ്² + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതാണ് ഹൈപ്പട്ന്യൂസ്. എപ്പോഴും വലിയ നമ്പറാണ് ഹൈപ്പട്ന്യൂസിൽ ഉണ്ടാവുക. സോ വി ടേക്ക് ഹിയർ 3 and 4 ദിസ് ഡിസ്റ്റൻസ്. 3 നമ്മൾ ഓരോ ഡിസ്റ്റൻസിനനുസരിച്ചിരിക്കുന്നത്. ഇപ്പോൾ 3ഉം 4ഉം ആണ്. 4 ആണ് ഇവിടെയുള്ള ഹൈപ്പട്ന്യൂസ് വന്നിട്ടുള്ളത്. സോ ദിസ് ലെങ്ത് ഈസ്, ഇത് √7 ആയിരിക്കും. ഈ ലെങ്ത് √7 ആയിരിക്കും. അപ്പോഴാണ് ഏരിയ എന്ത് വരിക, 7 centimeter സ്ക്വയർ വരിക ഏരിയ. അപ്പോൾ ഫസ്റ്റ് ഡ്രോ 3 centimeter ലൈൻ, ദെൻ ജസ്റ്റ് ഡ്രോ എ ഹൈറ്റ്. ഫസ്റ്റ് ഡ്രോ 3 centimeter ലൈന്, കറക്റ്റ് 3 centimeter, 0 to 3 ടേക്ക്. ഫസ്റ്റ് ടേക്ക് ഇത് പറയാൻ വേണ്ടിയിട്ട് 7 centimeter ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 7 centimeter. ഫസ്റ്റ് ടേക്ക് 3 centimeter ലൈൻ. First take 3 centimeter line. After that draw a perpendicular line. Measurement ഒന്നുമില്ല, draw a perpendicular line. Then take this measurement. ഇവിടെ നിന്ന് ഇത്ര വരെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് 4 centimeter എടുക്കാം. അല്ലെങ്കിൽ കോമ്പസിൽ 4 centimeter എടുത്തിട്ട് ഈ ലൈനിൻ്റെ മുകളിൽ ആർക്ക് വരാം. എങ്ങനെയാലും കുഴപ്പമില്ല. സ്കെയിൽ ഇങ്ങനെ ചുമ്മാ പിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി, കൃത്യമായിട്ട് 4 centimeter എടുത്തിട്ട് ഇതിങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാം. Then 4, 3, this length is √7. That means here we draw a square with side √7. അപ്പോൾ നമുക്ക് സൈഡ് √7 എന്ന് പറയുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്കെയിലിൽ മെഷർമെൻ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെ പിക്ചർ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മെഷർമെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യേണ്ടത് ഓഡ് നമ്പേഴ്സ് ആകുമ്പം ആ നമ്പേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് എടുക്കാം. എന്നിട്ട് ഇതേപോലെ പിക്ചർ വരാം. ഇനിയിപ്പോൾ ഇവിടെ 4 ആയി, ഇവിടെ 3, ഇവിടെ 4 വരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് 4 എടുക്കാം. 4 എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ പെർപെൻഡിക്കുലർ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 4 അല്ലേ എടുത്തത്, അപ്പോൾ ഇവിടുന്ന് 3 എടുത്തിട്ട് ഇവിടത്തേക്ക് ജോയിൻ ചെയ്യാം. അപ്പം നമുക്ക് കിട്ടുന്നതും √3 തന്നെ ആയിരിക്കും. അതേപോലെയും നമുക്ക് പിക്ചർ വരയാൻ പറ്റും. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഇപ്പം നമ്മൾ 4ഉം ഇവിടെ നമ്മൾ 3ഉം എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമുക്കറിയാം ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറയുന്നതാണ് എന്ത് വരുന്നത്,
വലിയ സൈഡ് വേണ്ടുന്നത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം, വലിയ സൈഡ് എപ്പോഴും ഇതുപോലെ സബ്ട്രാക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ വലിയ സൈഡ് എപ്പോഴും ഹൈപ്പട്ന്യൂസ് മാത്രമേ എടുക്കാവൂ. നമുക്കറിയാം ഇവിടെ 4 ഇവിടെ 3 വന്നാൽ എന്താ കുഴപ്പമുണ്ട്. എന്തുകൊണ്ടാണ് കുഴപ്പം? നമുക്ക് എപ്പോഴും ഹൈപ്പട്ന്യൂസാണ് ലാർജസ്റ്റ് ആയിട്ട് വേണ്ടുന്നത്. നമുക്കറിയാം ഈ 2 സ്ക്വയറും ആഡ് ചെയ്ത് ഇത് കിട്ടണം. 3 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ √7 സ്ക്വയർ ഈക്വൽ ടു 4 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് കിട്ടണം. സോ എപ്പോഴും ലാർജസ്റ്റ് സൈഡാണ് നമുക്ക് ഹൈപ്പട്ന്യൂസ് എടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലുള്ളൊരു പിക്ചർ വരയാൻ പറ്റില്ല. സോ ടേക്ക് ഫസ്റ്റ് 3 സെൻറ്റിമീറ്റർ, then draw a perpendicular line, then take a scale 4 centimeter, then draw an arc or take a scale 4 centimeter, then join to make a right triangle. അപ്പോൾ ഈ ലെങ്ത്താണ് നമുക്ക് എന്ത് വരിക, √7 വന്നിട്ടുണ്ടാവുക. then draw 90 degree line, then make a square. Next we want to draw 20 area 20 centimeter square. നമുക്ക് നെക്സ്റ്റ് വരേണ്ടത് 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. 20 വരയുമ്പോൾ നമ്മൾ 10 എടുത്ത പോലെ തന്നെ എടുക്കാം. 20 എന്ന് പറയുന്ന നമ്പേഴ്സ് നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും, ഏതൊക്കെ നമ്പേഴ്സ് ആഡ് ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക? 20 ഈക്വൽ ടു നമുക്ക് ഒരുപാട് നമ്പേഴ്സ് ആഡ് ചെയ്യാം അല്ലേ. 19 + 1 ഉണ്ട്, 18 + 2 ഉണ്ട്, അതുപോലെ 17 + 2 ഉണ്ട്, 17 + 3 ഉണ്ട്, 16 + 4 ഉണ്ട്, 15 + 5 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കിത് 19 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്വയർ ഇല്ല. ഇപ്പോൾ 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 അങ്ങനെയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഏതിൻ്റെയും സ്ക്വയറിൻ്റെ പവേഴ്സായിട്ട് എഴുതാൻ നമ്പേഴ്സിൻ്റെ പവേഴ്സായിട്ട് എഴുതാൻ പറ്റില്ല, അതായത് സ്ക്വയേഴ്സായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇത് പറ്റില്ല. 18 + 2, 18 എന്ന് പറയുന്നത് പവർ അല്ല. സോ വി കാൺ റൈറ്റ് ഇൻ ടു പവേഴ്സ് ഓഫ് സ്ക്വയർ. അപ്പോൾ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പോൾ 16 and 4 എന്ന് പറയുമ്പം 16 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ആണ്. അതായത് 17 ഒന്നും സ്ക്വയർ ഇല്ല. 16 എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ ആണ്. 4 എന്ന് പറയുമ്പം 2 സ്ക്വയർ ആണ്. 4 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് നമ്പർ സെലക്ട് ചെയ്യും? 16 + 4 എന്ന് പറയുന്ന നമ്പർ സെലക്ട് ചെയ്യും. സോ ദിസ് നമ്പർ വി ക്യാൻ റൈറ്റ് എ സം ഓഫ് പവേഴ്സ് ഓഫ് എ നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് പവേഴ്സിൻ്റെ നമ്പേഴ്സായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. സോ 4 സ്ക്വയർ + 2 സ്ക്വയർ ഈക്വൽ ടു 20. ഫസ്റ്റ് ടേക്ക് 4 സെൻറ്റിമീറ്റർ. നമുക്ക് അഡീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ 2 സൈഡാണ് നമ്മൾ എന്ത് ചെയ്യാം, സൈഡ് എടുക്കാം. പക്ഷേ സബ്ട്രാക്ഷൻ വരുമ്പോൾ ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ആ വലിയ നമ്പറിന് സബ്ട്രാക്ട് ചെയ്യുന്ന രീതിയിൽ എടുക്കാം. ഓഡ് നമ്പർ വരുമ്പോൾ അത് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യാം. ഇവിടെ ഇപ്പം അഡീഷനിൽ തന്നെ നമുക്ക് 20 കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് ടേക്ക് 4 സെൻറ്റിമീറ്റർ ലൈൻ. ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ ലൈൻ ആൻഡ് ഡ്രോ 2 സെൻറ്റിമീറ്റർ 90 ഡിഗ്രി വിത്ത് 2 സെൻറ്റിമീറ്റർ. കുത്തനെ എന്ത് ചെയ്യുക, 2 സെൻറ്റിമീറ്റർ വരിക. ദെൻ ജോയിൻ ദ എൻഡ്സ്. ദെൻ എന്ത് ചെയ്യുക, നമുക്ക് അവിടെ ഒരു സ്ക്വയർ ഉണ്ടാക്കാം. എങ്ങനെയാണ് സ്ക്വയർ വരിക? കൃത്യമായിട്ട് കുത്തനെ ഇവിടെ ഇപ്പം ഈ ലെങ്ത്താണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്ത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് കോമ്പസിലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ആർക്ക് വരിക. ഈ ലെങ്ത്ത് കോമ്പസിലെടുക്കാം, എന്നിട്ട് ഇവിടെ ആർക്ക് വരിക. അതാണ് ഇതിൻ്റെ മെത്തേഡ് ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഡ്രോ 4 സെൻറ്റിമീറ്റർ ആൻഡ് 2 സെൻറ്റിമീറ്റർ ലൈൻ, ദെൻ ജോയിൻ ദ എൻഡ്സ്. കോമ്പസ് ടേക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, കുത്തനെയുള്ള വര അവിടെ വരഞ്ഞു വെക്കുക. ഞാൻ കറക്റ്റായിട്ട് വരഞ്ഞതാണ്, കുറച്ച് ഇത്തിരി കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഡ്രോ എ 90 ഡിഗ്രി ലൈൻ. ഇവിടുന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കാം, ഇവിടുന്നും പ്രൊട്രാക്ടർ വെച്ചിട്ട് 90 ഡിഗ്രി എടുക്കാം. ദെൻ ടേക്ക് യുവർ കോമ്പസ് ദിസ് മെഷർമെൻറ്റ്, ഡ്രോ എൻ ആർക്ക് ഹിയർ. അപ്പോൾ ഡ്രോ ആർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ആ മെഷർമെൻറ്റ് കൃത്യമായിട്ട് കിട്ടും. സ്കെയിലാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ആ ചെറിയ ലൈൻസൊക്കെ വെച്ചിട്ട് നോക്കി വരയേണ്ടി വരും. അങ്ങനെ വരയാൻ പറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. നെക്സ്റ്റ് ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 39. അപ്പോൾ 39 എന്ന് പറയുമ്പോൾ തന്നെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അടുത്തടുത്തുള്ള നമ്പേഴ്സ് എടുക്കുക. നമുക്കറിയാം 20 + 19 ആണ് എന്ത് വരിക, 39 വരിക. സോ വി ക്യാൻ റൈറ്റ് 20 സ്ക്വയർ മൈനസ് 19 സ്ക്വയർ. 400 മൈനസ് 361 ഈക്വൽ ടു 39. അപ്പോൾ നമുക്കിത് വരയാൻ വേണ്ടി പറ്റും. വലിയ നമ്പേഴ്സാണ് സൈഡൊക്കെ വരിക, 29 ഒക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ അതുകൊണ്ട് ആ പിക്ചർ വരയണമെന്നില്ല. ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണിത്. നമുക്ക് വരക്കാൻ കഴിയുമെന്ന് മാത്രമേ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നുള്ളൂ. ക്യാൻ യു ഡ്രോ സ്ക്വയേഴ്സ് ഓഫ് ഏരിയാസ് ഗിവൺ ബിലോ. ഇവിടെ താഴെ തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ ഇത് വരക്കാൻ പറ്റുമെന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് 39, ഇത് നമുക്ക് ചെറിയ നമ്പർ ആയതുകൊണ്ടാണ് അത് വരഞ്ഞിരിക്കുന്നത്. 39 വരക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 39 വരക്കാൻ പറ്റും. എങ്ങനെയാണ്? അത് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ ഓഡ് നമ്പേഴ്സാണ്. അപ്പോൾ അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ
മൈനസ് ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ 20 + 19 ആണ് നമുക്ക് സം ചെയ്താൽ കിട്ടുക. 39 എന്ന് പറയുന്നത് 20 + 19 ആണ്. 20 + 19 ആണ് 39. സോ വി ക്യാൻ റൈറ്റ് 20 സ്ക്വയർ മൈനസ് 19 സ്ക്വയർ. ഇവിടെ ഇപ്പോൾ വലിയ സൈഡൊക്കെ തരുന്ന സമയത്ത് നമുക്കത് പേപ്പറിലൊന്നും വരക്കാൻ പറ്റില്ല. അപ്പോൾ വരക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. അപ്പം നമുക്കിത് ഒരു എന്താ പറയുക 20 ആകുമ്പോൾ നമുക്കത് പ്ലസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. 39 നമുക്ക് ഓഡ് നമ്പറിനെ സബ്ട്രാക്ഷനായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. ഇനി 40 ആകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 40 എന്നുള്ളതിന് നമുക്ക് 39 + 1, 38 + 2, 37 + 3, 36 + 4. അപ്പോൾ ഈ 36 + 4 എന്നുള്ള നമ്പേഴ്സിന് നമുക്ക് 36 എന്ന് പറയുന്ന 6 സ്ക്വയറിന് മാറ്റി എഴുതാം. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് 40 ആണ്. അപ്പോൾ 40 എന്ന് പറയുന്ന നമ്പർ 36 + 4 എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? 36 എന്ന് പറയുമ്പോൾ 6 സ്ക്വയർ ആണ്, 4 എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ആണ്. സോ ഫസ്റ്റ് ടേക്ക് 6. നമുക്ക് എടുക്കേണ്ട മെഷർമെൻറ്റ് നോക്കാം. പ്ലസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് നമ്മുടെ ഹൈപ്പട്ന്യൂസ് ആണ് കിട്ടുക. അത് പ്രത്യേകം ഓർമ്മിക്കുക. നമ്മൾ പ്ലസ് ആകുമ്പം ബേസും ഹൈറ്റുമാണ് എടുക്കേണ്ടത്. അപ്പോൾ ബേസ് 6ഉം 2 ഹൈറ്റ് എടുക്കാം. ദെൻ ജോയിൻ ദ എൻഡ്സ്. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെഷർമെൻറ്റ് √40 ആയിരിക്കും. √40 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ വരിക. ഈ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ സ്ക്വയർ വരേണ്ടത്. അപ്പോൾ വരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കിത് 40 സ്ക്വയർ ഏരിയ 40 വരുന്ന പിക്ചർ കിട്ടും. അപ്പോൾ ഇത്രയും വലിയ പിക്ചർ നമുക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്ക് വരക്കാൻ പറ്റുമോ ഇല്ലയോ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് വരക്കാൻ പറ്റും. ക്യാൻ ഡ്രോ. ഓക്കെ, ഇതൊക്കെ ക്യാൻ ഡ്രോ ആണ്. നെക്സ്റ്റ് 65 എന്ന് പറയുമ്പോഴും നമുക്ക് എന്തെടുക്കാം? അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാം. അപ്പോൾ 65 എന്ന് പറയുമ്പോൾ ആദ്യം നേരെ പകുതിയാക്കിയാൽ മതി അല്ലേ. 66ൻ്റെ പകുതി എന്താണ്? 33 ആണ്. അപ്പോൾ 33ഉം 32ഉം ആഡ് ചെയ്താൽ അടുത്തടുത്തുള്ള നമ്പറാണ് 32 + 33 = 65. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ നമ്പേഴ്സ് എടുക്കുന്നത്. 33 സ്ക്വയർ മൈനസ് 32 സ്ക്വയർ ആണ് നമുക്ക് കിട്ടാൻ പോകുന്ന നമ്പേഴ്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 1089 - 1024 65 ആണ്. അപ്പോൾ 65 എന്ന് പറഞ്ഞത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്യാൻ ഡ്രോ. നമുക്കതിൻ്റെ പിക്ചർ വരയാൻ വേണ്ടിയിട്ട് പറ്റും. പിക്ചർ വരയാൻ ചോദിക്കുന്നില്ല, വരയാൻ പറ്റുമോ എന്ന് മാത്രമേ നോക്കണ്ട. അപ്പോൾ എല്ലാ ഓഡ് നമ്പേഴ്സും നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ പറ്റും. ഈവൺ നമ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അടുത്തടുത്തൊന്നും വേണമെന്നൊന്നുമില്ല, നമുക്ക് 2 സ്ക്വയേഴ്സിൻ്റെ സമ്മായിട്ട് എഴുതാൻ പറ്റും. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ലെങ്ത് ഓഫ് ദ പെർപെൻഡിക്കുലർ സൈഡ് ഓഫ് ദ റൈറ്റ് ട്രയാങ്കിൾ ആർ 3 cm and 4 cm. Perpendicular sides means this is a right triangle. Perpendicular side means 3 and 4. This is 3 and 4 or 4 and 3. അവിടെ ഏതായാലും കുഴപ്പമില്ല. പെർപെൻഡിക്കുലർ സൈഡ് എന്ന് പറയുന്നത് ബേസും ആൾട്ടിറ്റ്യൂഡിനെയും കൂടെ പറയുന്നതാണ്. അപ്പോൾ 3 cm and 4 cm. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഹൈപ്പട്ന്യൂസ്. Okay, hypotenuse square = base square plus altitude square. This is Pythagoras theorem. We already studied it. Hypotenuse square = base square plus altitude square. Base is 3 square plus 4 square. 3 square is 9. 4 square is 16. 9 + 16 = 25. Hypotenuse square = 25. Hypotenuse √25 = 5 cm. Okay, therefore here 3, 4, then largest side hypotenuse slant line is equal to 5 cm. Okay, perpendicular side means base and altitude. അത് ഏതായാലും കുഴപ്പമില്ല, കാരണം 3 square plus 4 square എന്ന് പറഞ്ഞാലും 4 square plus 3 square എന്ന് പറഞ്ഞാലും നമുക്ക് സെയിം ആൻസർ ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽ ഓഫ് ദ റെക്റ്റാങ്കിൾ ബിലോ? നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന റെക്റ്റാങ്കിളിൻ്റെ ഡയഗണൽ കാണണം. ഡയഗണൽ എന്ന് പറയുന്നത് എന്താണ്? ഈ വേർട്ടെക്സിൽ നിന്ന് ഈ വേർട്ടെക്സിലുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? ഡയഗണൽ എന്ന് പറയാം. Okay, this is our figure. We know that this is a rectangle, so opposite sides are equal. Here 5, this side also 5. Here 12, this side also 12. Okay, if we consider the right triangle, we know that this is base and this is altitude. This is hypotenuse. We consider this right triangle, this is base, altitude and hypotenuse. So diagonal means hypotenuse of the rectangle. റെക്റ്റാങ്കിളിൻ്റെ നമ്മളിപ്പോൾ ഇത് ഈ റൈറ്റ് ട്രയാങ്കിൾ എടുക്കുമ്പോൾ ഇതെന്താണ്? ഹൈപ്പട്ന്യൂസ് ആണ്. ഈ ഹൈപ്പട്ന്യൂസ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലാണ്. ഡയഗണൽ = ഹൈപ്പട്ന്യൂസ്, ദാറ്റ്സ് ഈക്വൽ ടു 12 square plus 5 square. 12 square plus 5 square = √144 + 25. 12 square means 12 × 12.
144. 5 square is 5 into 5 25. Add to get 169. Root 169 equal to 13 centimeter. Root 169 equal to 13 centimeter. What is the length of the fourth side of the quadrilateral shown below? നമുക്കിവിടെ തന്നിരിക്കുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഫോർത്ത് സൈഡ് കാണുന്ന ഇവിടെ 8 ഉണ്ട്, 24 ഉണ്ട്, 15 ഉണ്ട്. 8, 24, 15 ഈസ് ഗിവൺ. വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ സ്ലാൻഡ് ലൈൻ ലെങ്ത്. ഓക്കെ, ഞാനെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഫിഗറിനെ മാറ്റിയിട്ട് ഇവിടെ എ ബി സി ഡി എന്ന് പേര് കൊടുത്തിട്ട് ഇവിടെയുള്ള ഈ ലൈന് ഞാൻ ജോയിൻ ചെയ്തു. അതായത് ഡിയും സിയും ഇവിടെ ജോയിൻ ചെയ്തിട്ട് അവിടെ റെക്റ്റാങ്കിൾ ആക്കി മാറ്റി. അപ്പം നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടെ 24 ആകുമ്പോൾ ഇവിടെയും 24 ആയിരിക്കും, ഇവിടെ 8 ആകുമ്പോൾ ഇവിടെയും 8 ആയിരിക്കും. ഓക്കെ, 24, 24, 8, 8 റെക്റ്റാങ്കിളിൻ്റെ സൈഡാണ്. അപ്പം മുകളിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഇവിടെ ടോട്ടൽ 15 സെൻറ്റിമീറ്റർ ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് 8 സെൻറ്റിമീറ്റർ. സോ ദിസ് ഡിസ്റ്റൻസ് ഈസ് 7 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് എന്ത് കിട്ടി, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് 7 ആണ്, ബേസ് 24 ആണ്. കൺസിഡർ ദിസ് റൈറ്റ് ട്രയാങ്കിൾ ECD. ദിസ് ഈസ് ബേസ്, ദിസ് ഈസ് ആൾട്ടിറ്റ്യൂഡ്, ദിസ് ഈസ് ഹൈപ്പട്ന്യൂസ്. Hypotenuse means DE. DE equal to root of 24 square plus 7 square. അപ്പോൾ നമ്മൾ താഴത്തെ ഭാഗം നോക്കണ്ട, ഇത് നമ്മുടെ സാധാരണ റൈറ്റ് ട്രയാങ്കിൾ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. സാധാരണ ബേസ് പോലെ ആയിട്ടുണ്ട്. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പട്ന്യൂസ് സ്ക്വയർ. ഓക്കെ, DE equal to root of 24 square plus 7 square. 24 square is 576. 576. 7 square is 49. 7 square equal to 49. Add to get 625. 625 equal to 25. 25 into 25 ആണ് 625. 25 ൻ്റെ സ്ക്വയർ ആണ് 625 എന്ന് പറയുന്നത് 25 ആണ് കിട്ടുന്നത്. അപ്പോൾ ഫോർത്ത് സൈഡ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. ഫോർത്ത് സൈഡ് ഈക്വൽ ടു 25 സെൻറ്റിമീറ്റർ. വൺസ് മോർ നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ് പിക്ചർ. ഈ സ്ലാൻഡ് ലൈനിലെ ലെങ്ത് ആണ് കാണേണ്ടത്. ഇവിടെ 1, 2, 3 സൈഡ് ഈസ് ഗിവൺ. വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഫോർത്ത് സൈഡ്. ഓക്കെ, ഹിയർ 24 ഈസ് ഗിവൺ. ഐ ജോയിൻഡ് ഹിയർ D and C. Straight line draw. Then here we got a rectangle with ABCD 8 and 8 centimeter, 24 and 24 centimeter. Then above part there is a right triangle. This right triangle, this is base, this is altitude, this is hypotenuse. For hypotenuse is DE. DE equal to root of 24 square plus 7 square. 24 square plus 7 square equal to 625. 625 equal to 25 centimeter. For fourth side measurement equal to 25 centimeter. Next question, what is the area of the triangle shown below? ഇവിടെ ചുവടെ കാണിച്ചിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഏരിയ കാണാൻ വേണ്ടിയിട്ട് വേണ്ടുന്നത് ഹൈറ്റും വേണം, ബേസും വേണം. ഹാഫ് BH ആണ്. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു ഹാഫ് BH. ഹിയർ B and H is not given. So how to find out height and base? Base 7 centimeter is given. This length is not given. Okay, this is our figure. I give the name A, B, C, D and consider first ADC. Right triangle ADC. We know that this is hypotenuse, this is base. This is altitude. Altitude CD equal to root of 25 square minus 7 square. 25 square minus 7 square equal to 25. 625 minus 49. That's equal to 576. 576. Answer equal to 24 centimeter. For height equal to 24 centimeter. Here 24, this is 26. Then BD is base. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. ഹൈപ്പട്ന്യൂസ് സ്ക്വയർ മൈനസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ. ഓക്കെ, ഹിയർ ബേസ് ഈക്വൽ ടു കൺസിഡർ റൈറ്റ് ട്രയാങ്കിൾ BDC. BD ഈക്വൽ ടു ഹിയർ 24. BD ഈക്വൽ ടു 26 square minus 24 square. 26 square is 676. 676 minus 576 is equal to 100. Difference equal to root 100. That's equal to 10 centimeter. 100 root is 10 centimeter. Okay, first CD equal to, this is 25. 25 square minus 7 square because this is slant, it is largest, this is
base, altitude equal to altitude CD equal to 25 square minus 7 square. Then answer 24. 24 is height, and consider the second triangle, 26 hypotenuse and 24 height. Then base BD equal to root 26 square minus 24 square. 26 square is equal to 676 minus 576. Root 100 equal to 10 centimeter. Then area base equal to, നമുക്കതിനെ ബേസ് കാണണം. ബേസ് എന്ന് പറയുന്നത് ഇവിടെ 7 എന്നുള്ളതും BD എന്ന് പറയുന്ന ലെങ്ത്തും ആഡ് ചെയ്യണം. ടോട്ടൽ ലെങ്ത്ത് നമുക്ക് ഇതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വേണം. അപ്പോൾ ടോട്ടൽ നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ബേസ് ആണ്, ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ബേസ് ആണ്. പക്ഷെ നമുക്ക് വേണ്ടുന്നത് ഈ കംപ്ലീറ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്. സോ വി വാണ്ട് ടു ഫൈൻഡ് ഔട്ട് AB ഈക്വൽ ടു 7 പ്ലസ് ബേസ് ഈക്വൽ ടു 7 പ്ലസ് 10. നമുക്ക് BD എന്ന് പറയുന്നത് 10 കിട്ടിയിട്ടുണ്ട്. 17 ഈസ് ബേസ്. 7 പ്ലസ് 10 ഈക്വൽ ടു 17 സെൻറ്റിമീറ്റർ. ഏരിയ ഈക്വൽ ടു ഹാഫ് BH. ഏരിയ ഈക്വൽ ടു ഹാഫ് BH. ഏരിയ ഈക്വൽ ടു ഹാഫ് BH. Base is 17 and height is 24. Half into base into height. Half into 17 into 24. Then half. ഇവിടെ നമുക്ക് 17 odd number ആണ്. Half of 24 is 12. 17 right, and half of 24 is equal to 12. Then 12 into 17 multiply to get 204 centimeter square. Therefore area of our large triangle equal to 204 centimeter square. The picture shows plot of a land in the uniform right-angled triangle joined to a square. സ്ക്വയറിൻ്റെ കൂടെ ഒരു റൈറ്റ് ആംഗിളും കൂടിയിട്ടുള്ള ഒരു പിക്ചറാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്. Here 40 meter is side given, 40, 40, 40, 40. Square all side length is 40. എല്ലാ സൈഡും 40 ആണ്. The picture shows a plot land in the form of right angled triangle joined to a square. ഒരു സ്ക്വയറിൻ്റെ കൂടെ റൈറ്റ് ആംഗിൾഡ് സൂചിപ്പിച്ച രീതിയിലാണ് എന്തുള്ളത് നമ്മുടെ ഫിഗർ ഉള്ളത്. ഓൾ സൈഡ് ലെങ്ത് ഈസ് 40 meter. All length is 40 meter, length of square. The total area of the plot is 2200. നമുക്ക് ഇതിൻ്റെ ഏരിയ തന്നിട്ടുണ്ട്. ടോട്ടൽ ഏരിയ ഓഫ് ദ പ്ലോട്ട് ഈസ് 2200 സ്ക്വയർ മീറ്റർ. വാട്ട് ഈസ് ഇറ്റ്സ് പെരിമീറ്റർ? ഇതിൻ്റെ പെരിമീറ്ററാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഏരിയ തന്നിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ട്രയാങ്കിളിൻ്റെ ഏരിയ മാത്രം സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൻ്റെ ലെങ്ത്ത്, ഈ ലെങ്ത്തൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ഈ സൈഡും മാത്രമേ ഉള്ളൂ. ഈ സൈഡും ഈ സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. പെരിമീറ്റർ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സൈഡും കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏരിയ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1600 ആണ്. ഏരിയ സ്ക്വയർ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ് 40 into 40 ഈക്വൽ ടു 1600. ടോട്ടൽ ഏരിയ ഓഫ് ദ ഫിഗർ 2200. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാത്രം ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയ നമുക്ക് വേറെ തന്നെ കണ്ടുപിടിക്കണം. ടോട്ടലിൻ്റെ അകത്ത് നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്താൽ മതി. ടോട്ടൽ ഏരിയ ഈക്വൽ ടു 2200. സ്ക്വയർ ഏരിയ പ്ലസ് ട്രയാങ്കിൾ ഏരിയ ഈക്വൽ ടു 2200. സ്ക്വയറിൻ്റെ ഏരിയയും ട്രയാങ്കിളിൻ്റെ ഏരിയയും ആഡ് ചെയ്താലാണ് 2200 കിട്ടുക. അതിൽ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 40 സ്ക്വയർ ആണ്. 40 into 40 സൈഡ് ഇൻറ്റു സൈഡ് 40 സ്ക്വയർ ഈക്വൽ ടു 1600. ഇതെന്ന് പറയുന്നത് 1600 ആണ്. ട്രയാങ്കിൾ ഏരിയ ഈക്വൽ ടു 2200. ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 2200 മൈനസ് 40 സ്ക്വയർ ഈസ് 1600. സബ്ട്രാക്ട് ടു ഗെറ്റ് 600. അപ്പോൾ ഇതിൻ്റെ മാത്രം ഏരിയ എന്താണ്? 600 ആണ്. ഇത് 600 ആണ്, ഇത് 1600 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഹാഫ് BH, അതായത് ഇതിൻ്റെ ഏരിയ 600 എന്ന് പറഞ്ഞാൽ ഹാഫ് BH ഈക്വൽ ടു 600. ഹാഫ് BH ഈക്വൽ ടു 600. റൈറ്റ് ട്രയാങ്കിൾ ആണ്. H എന്ന് പറയുന്നത് ഇവിടെ 40 തന്നെയാണ്. H ഇത് തന്നെയാണ് ഹൈറ്റ്. ഇവിടെ വേറെ ഹൈറ്റ് ഒന്നുമില്ല, ഇത് തന്നെയാണ് ഹൈറ്റ് ഇത് ബേസ് ഇത്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകതയാണിത്. ബേസ് ഇത്, ഹൈറ്റ് ഇത്. So half BH equal to 600. Half into base into height. Height is 40 centimeter equal to 600. Half of 40 is 20. B into 20 equal to 600. B equal to 600 by 20. That's equal to 30 centimeter. Up 30 centimeter, no, 30 meter. Okay, area of right triangle equal to half BH. B തന്നെയാണ് അതിൻ്റെ എന്ത് വരിക? ബേസ് ഇവിടെ ഉണ്ട്.
അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സൈഡ് തന്നെയാണ് ഹൈറ്റ്. നമ്മൾ വേറെ തന്നെ ഹൈറ്റ് വരേണ്ട ആവശ്യമില്ല. എക്യൂഡ് ട്രയാങ്കിൾ ആണെങ്കിൽ അതിൻ്റെ മിഡിൽ ചെയ്യണം. പക്ഷേ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഈ സൈഡ് തന്നെയാണ്. ഹാഫ് ബി 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 ഈസ് ബി ഇറ്റ് സെൽഫ്. ബീൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടില്ല. ഹാഫ് ബി എച്ച് മീൻസ് 40. അത് സ്ക്വയറിൻ്റെ ഈ സൈഡ് തന്നെയാണ് വരിക. ഹാഫ് ബി എച്ച് ഈക്വൽ ടു 600. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 600. ഹാഫ് ഓഫ് 40. ഹാഫ് ഓഫ് 40 ഈസ് 20. ബി ഇൻറ്റു 20 ഈക്വൽ ടു 600. ബി ഈക്വൽ ടു 600 ഡിവൈഡ് ബൈ 20. 600 ഈ 20 മൂവ് അങ്ങോട്ടേക്ക് ചെയ്യുന്ന സമയത്ത് ബൈ 20 വരും. 600 ബൈ 20 0 ഗോട്ട് ക്യാൻസൽ. 60/2 ഈക്വൽ ടു 30 മീറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 0 മുകളിലും താഴെയും അതങ്ങ് കട്ട് ചെയ്യാം. ദെൻ 60/2 ഈക്വൽ ടു 30 മീറ്റർ. ദെൻ CE എന്ന് പറയുന്നത് നമുക്ക് ഹൈപ്പട്ന്യൂസ് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് 30 എന്നും കിട്ടി, ഇവിടെ നമുക്ക് 40 എന്നും കിട്ടി. നമുക്കറിയാം 3ഉം 4ഉം വരുമ്പോൾ 5 ആണ്. അപ്പോൾ 30ഉം 40ഉം വരുമ്പോൾ അത് 50 ആയിരിക്കും. പക്ഷെ നമുക്കത് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. CE ഈക്വൽ ടു റൂട്ട് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ. 30 സ്ക്വയർ ഈസ് 900. 40 സ്ക്വയർ ഈസ് 1600 ഈക്വൽ ടു റൂട്ട് ഓഫ് 2500. 25 root is 5 and 20 root 10. Okay, therefore 50 meter is the hypotenuse of right triangle. അതായത് അതിൻ്റെ സൈഡ് എന്ത് കിട്ടിയിട്ടുണ്ട്, 50 കിട്ടിയിട്ടുണ്ട്. ഇനി പെരിമീറ്റർ ഓഫ് ദ പ്ലോട്ട് എന്ന് പറയുമ്പം നമ്മളവിടെ ആഡ് ചെയ്യേണ്ടത് നോക്കാം. പുറമേ കാണുന്ന ഭാഗം മാത്രമേ ആഡ് ചെയ്യേണ്ടൂ. 40 + 40 + 40 30 + 50. നമ്മളതിൻ്റെ പുറമേ കാണുന്ന സൈഡ് മാത്രമേ ആഡ് ചെയ്യേണ്ടൂ. അതിൽ 3 സ്ക്വയറിൻ്റെ 3 സൈഡ് വരുന്നുണ്ട്. പിന്നെ ട്രയാങ്കിളിൻ്റെ ആ നടുക്ക് വരുന്ന ലൈന് കൂട്ടില്ല, കാരണം പുറമേ കാണുന്ന ഭാഗം മാത്രമാണ് പെരിമീറ്ററിന് ആഡ് ചെയ്യുക. 40 + 40 + 40 30 + 50 add to get 20 meter. 200 meter. 40 40 40 30 50 added to get 200 meter. 40 40 40 30 50 ഇത് ഉള്ളിലുള്ളതാണ്, അത് നോക്കില്ല. നമ്മൾ പുറമേ കാണുന്നതിനെയാണ് എന്ത് പറയുക, പെരിമീറ്റർ എന്ന് പറയാം. പുറമേ കാണുന്ന ഭാഗമാണ് പെരിമീറ്റർ. സോ 40 40 40 30 50.